ഛായാമോ ധവളാവഗുണ്ഠണവതി തേജോമയീ നൈഷ്ഠികീ സ്നിഗ്ധാപാംഗവിലോകിനീം ഭഗവതി മന്ദസ്മിതശ്രീമുഖീ വാത്സല്യാമൃതവർഷിണീം സുമധുരം സങ്കീർത്തനാലാപിനീ ശ്യാമാംഗീ മധുസിദ്ധസൂക്തിം അമൃതാനന്ദാത്മികാ ഈശ്വരീ ഗജാനനം ഭൂതഗണാദിസേവിതം കപിത്വചംഭൂ ഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം കൂജന്തം രാമ രാമേഭി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാം ശാഖാ വന്ദേ വാത്മീകി കോകിലം. ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ ദാനും വന്ദിച്ചു വന്ദ്യന്മാരെ. ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. പിന്നെ കവിവരന്മാർ കൗതുകത്തോടും അന്യോന്യമാശു പറഞ്ഞു തുടങ്ങിനാർ. ഉഗ്രം മഹാനക്ര ചക്രഭയങ്കരം അഗ്രേ സമുദ്രമാലോക്യ കവികുലം. എങ്ങനെ നാം ഇതിനെ കടക്കുന്നവാറെങ്ങും മറുകര കാണാനുമില്ലല്ലോ. ആവതല്ലാത്തതു ചിന്തിച്ചു ഖേദിച്ചു ചാവതിനെന്തവകാശം കവികളെ. ശക്രതനയതനുജനാമംഗതൻ
മർക്കട നായകന്മാരോട് ചൊല്ലിനാൻ, എത്രയും വേദബലമുള്ള ശൂരന്മാർ, ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ. യുദ്ധം വിധിസുതൻ ചൊന്ന നേരം വായുപുത്രനുമദ്ധമായി സത്വരം പ്രീതനായി, ലംഘനം ചെയ്തു സമുദ്രത്തെയും പിന്നെ ലങ്കാപുരത്തെയും ഭസ്മമാക്കി ക്ഷണാൽ. പുഷ്കരമാർഗേണ പോകും നിനക്കൊരു വിഘ്നം വരായിക, കല്യാണം ഭവിക്കതേ. ആശീർവചനവും ചെയ്തു കവികുലമാശു പോകെന്നു വിധിച്ചൊരനന്തരം, വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിന. ഓം അമൃതേശ്വരി നമഃ. തത്വരത്നങ്ങളാൽ അനാവരണം ചെയ്യുന്ന പാവനമായ സന്ദർഭങ്ങളാണ് കിഷ്കിന്ധാകാന്ഡത്തിലുള്ളത്. വാനരാദികളുടെ സമുദ്രലംഘന ചിന്തയാണ് എന്നിവിടെ പാരായണം ചെയ്തിരിക്കുന്നത്. സൂര്യാതപമേറ്റ് ചിറകുകൾ നഷ്ടപ്പെട്ട സമ്പാദിയെ കണ്ടുമുട്ടുകയും ജടായു സഹോദരനായ പക്ഷിശ്രേഷ്ഠൻ സീതാന്വേഷണത്തിന്റെ ഭാഗമാകുന്നതും കാണാം. സീതാന്വേഷണാർത്ഥം വരുന്നവർക്ക് വാക്സഹായം ചെയ്തു കൊടുക്കുന്ന പുണ്യത്താൽ അറ്റുപോയ ചിറക് മുളയ്ക്കുകയും വാനരാദികളെ അദ്ദേഹം സീതാവൃത്താന്തം അറിയിക്കുകയും ചെയ്യുന്നു. സ്ഥൂലവും സൂക്ഷ്മവുമായ ശരീരങ്ങൾക്ക് അതീതമാണ് ആത്മാവെന്നും ദേഹാദികളോടുള്ള മമതാബന്ധം ഉപേക്ഷിച്ച് വാഴണമെന്നും സമ്പാദി ഉപദേശിച്ചു. സീതാന്വേഷണ ചർച്ചയിൽ നിന്നും അകന്നു നിന്ന ഹനുമാന്റെ ആത്മവീര്യത്തെ ഉണർത്തുന്ന പ്രചോദനാത്മകമായ വാക്കുകൾ ജാമ്പവാൻ പറയുന്നു. ഓരോ വ്യക്തിയിലും അനന്തമായ ഊർജത്തിന്റെ അക്ഷയഖനികൾ ഉണ്ടെന്നും അത് തിരിച്ചറിഞ്ഞ് ആത്മസത്തെ മനസ്സിലാക്കണം എന്നുമുള്ള ജാമ്പവാന്റെ വാക്കുകൾ ഹനുമാൻ ശിരസാ സ്വീകരിക്കുന്നു. ആരുടെ സ്മരണ മാത്രം കൊണ്ട് അത്യന്ത ദുഷ്കരമായ സംസാരസാഗരത്തെ കടക്കാൻ കഴിയുന്നുവോ, ആ ശ്രീരാമന്റെ തിരുനാമം നാവിലും ത്രിമൂർത്തി ഹൃദയത്തിലും ആംഗുലീകം കരതലത്തിലുമുള്ള എനിക്കിത് നിസ്സാരം എന്ന് പറഞ്ഞ് ഹനുമാൻ ഉജ്ജ്വല തേജസ്വിയായി മാറുന്നു. ഹനുമാന് നൽകിയതുപോലെ പ്രചോദനാത്മകമായ വാക്കുകൾ പുതുതലമുറയ്ക്ക് നൽകി അവരുടെ ആത്മവിശ്വാസത്തെ ഉണർത്തി ഉള്ളിലുള്ള കഴിവിനെ പുറത്തു കൊണ്ടുവരണം. ജാമ്പവാനെ പോലെ നാവിൽ തേൻ പുരട്ടിയ വാക്കുകളാൽ ഏതു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ഒപ്പമുണ്ടെന്നുള്ള ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകണമെന്ന മഹത്തായ സന്ദേശത്തിന്റെ നേർക്കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓം നമഃ ശിവായ.